ഇന്നത്തെ സുവിശേഷത്തിൽ യേശു ദൈവരാജ്യത്തിൻ്റെ വളർച്ചയും ദൈവത്തിൻ്റെ ക്ഷമയും വെളിപ്പെടുത്തുന്ന 3 ഉപമകളാണ് അവതരിപ്പിക്കുന്നത്. ഗോതമ്പും കളയും, കടുകുമണിയും പുളിമാവും. യേശു ഗോതമ്പിൻ്റെയും കളകളുടെയും ഉപമയിലൂടെ ദൈവരാജ്യത്തിൻ്റെ ഒരു വലിയ സത്യം നമ്മെ പഠിപ്പിക്കുകയാണ്. നല്ല വിത്ത് വിതച്ച വയലിൽ രാത്രിയിൽ ശത്രു കള വിതയ്ക്കുന്നു. വേലക്കാർ കള ഉടൻ പറിച്ചു കളയുവാൻ ആവശ്യപ്പെടുമ്പോൾ യജമാനൻ പറയുന്നു, വിളവെടുപ്പ് വരെ രണ്ടും ഒരുമിച്ച് വളരട്ടെ. ഇത് തിന്മയോടുള്ള ദൈവത്തിൻ്റെ അനുകൂല നിലപാടല്ല, മറിച്ച് മാനസാന്തരത്തിനുള്ള ദൈവത്തിൻ്റെ അനന്തമായ നമുക്ക് നൽകുന്ന ഒരു അവസരമാണ്. ദൈവം ശിക്ഷിക്കുവാൻ തിടക്കം കാണിക്കുന്നില്ല. മനുഷ്യൻ ദൈവത്തിലേക്ക് തിരികെ വരുവാനായി ഈശോ കാത്തിരിക്കുന്നു എന്ന് ഈ ഉപമ നമ്മെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ സ്വന്തം ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു, യേശു നമ്മുടെ ഈ തിരിച്ചുവരവിനായി കാത്തിരിക്കുന്നു എന്ന്. നമ്മുടെ ഹൃദയത്തിലും ഗോതമ്പും കളയുമുണ്ട്. സ്നേഹവും കരുണയും ക്ഷമയും ഒരു വശത്ത് വളരുമ്പോൾ അസൂയയും അഹങ്കാരവും സ്വാർത്ഥതയും മറ്റൊരു വശത്ത് വളരുവാൻ ശ്രമിക്കുന്നു. അവയെ നാം തിരിച്ചറിഞ്ഞ് ദൈവകൃപയാൽ നല്ല വിത്ത് വളർത്തുകയാണ് നമ്മുടെയൊക്കെ ദൗത്യം. നമ്മുടെ ദൗത്യം കളയെ എണ്ണിക്കൊണ്ടിരിക്കുകയല്ല, മറിച്ച് ഗോതമ്പായി വളരുക എന്നുള്ളതാണ്. രണ്ടാമതായി, മറ്റുള്ളവരെ വിധിക്കുവാൻ തിടുക്കം കാണിക്കരുത് എന്ന സന്ദേശം ഈ ഉപമയിലൂടെ നമുക്ക് ലഭിക്കുകയാണ്. ഇന്ന് ദുർബലനായി കാണപ്പെടുന്ന ഒരാൾ നാളെ വലിയ വിശുദ്ധനായേക്കാം. വിശുദ്ധ അഗസ്തീൻ ഒരു കാലത്ത് വഴിതെറ്റി ജീവിച്ചിരുന്ന ആളായിരുന്നു, നമുക്കറിയാം. എന്നാൽ ദൈവകൃപ അദ്ദേഹത്തെ സഭയുടെ മഹാനായ ഒരു വിശുദ്ധനാക്കി. മനുഷ്യർ ബാഹ്യമായി കാണുന്നു, ദൈവം എന്നാൽ നമ്മുടെ ഹൃദയം കാണുകയാണ്. അതുകൊണ്ട് മറ്റുള്ളവരെ വേഗത്തിൽ വിധിക്കരുതെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയും പകരം അവരുടെ മാനസാന്തരത്തിനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കണം. യേശു പിന്നെ കടുകുമണിയുടെയും പുളിമാവിൻ്റെയും ഉപമകളിലൂടെ മറ്റൊരു പ്രത്യാശ സന്ദേശം നമുക്ക് നൽകുകയാണ്. ദൈവരാജ്യം ചെറിയ തുടക്കങ്ങളിൽ നിന്നാണ് വളരുന്നത്. ഒരു ചെറിയ നന്മ, ഒരു ചെറിയ സ്നേഹവാക്ക്, ഒരു ക്ഷമയുടെ അനുഭവം, ഒരു പ്രാർത്ഥന, ഇവ ചെറുതായി തോന്നിയാലും അനേകം ജീവിതങ്ങളെ മാറ്റിമറിക്കുവാൻ ദൈവം ഇവ ഉപയോഗിക്കും. ഞാൻ പറഞ്ഞതുപോലെ ഒരു ആത്മാർത്ഥ പ്രാർത്ഥന, ഒരു സ്നേഹപൂർവമായ വാക്ക്, ഒരു ക്ഷമയുടെ അനുഭവം, ഒരു നിസ്വാർത്ഥ സേവനം, ഇവയെല്ലാം ദൈവരാജ്യത്തിൻ്റെ വിത്തുകളാണെന്ന് നാം ഇന്ന് മനസ്സിലാക്കുകയാണ്. ലോകത്തിൻ്റെ കണ്ണിൽ ചെറുതായി തോന്നുന്നവ ദൈവത്തിൻ്റെ കൃപയാൽ വലിയ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നു. ഉദാഹരണമായി പറഞ്ഞാൽ, ഒരു അധ്യാപകന് ഓരോ ദിവസവും സ്കൂളിലേക്ക് പോകുന്ന വഴിയിൽ ഒരു ചെറിയ ചെടിക്ക് വെള്ളമൊഴിക്കുക പതിവായിരുന്നു. ആളുകൾ അതിനെ പരിഹസിച്ചു. വർഷങ്ങൾക്ക് ശേഷം ആ ചെടി വലിയ തണൽ മരമായി വളർന്നു. അതിൻ്റെ തണലിൽ 100 കണക്കിന് ആളുകൾ വിശ്രമിച്ചു. ചെറിയ നന്മകൾ ഒരിക്കലും വെറുതെ ആകുകയില്ല എന്ന് നാം ഓർക്കുകയാണ്. ദൈവം അവയെ മഹത്തായ അനുഗ്രഹങ്ങളാക്കി മാറ്റും. സ്നേഹമുള്ളവരെ, ഇന്ന് യേശു നമ്മോട് ചോദിക്കുന്നതും ഇതുതന്നെയാണ്. എൻ്റെ ഹൃദയത്തിൽ ഞാൻ ഏത് വിത്തിനാണ് വളരുവാൻ അവസരം നൽകുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഗോതമ്പോ അതെയോ പാപത്തിൻ്റെ കളയോ? ഇന്നത്തെ സുവിശേഷം നമ്മെ 3 കാര്യങ്ങൾ പ്രധാനമായും ഓർമ്മിപ്പിക്കൂ എന്ന് ചുരുക്കത്തിൽ പറയട്ടെ. ഒന്നാമത്, ദൈവം നമ്മോട് കാണിക്കുന്ന ക്ഷമയ്ക്ക് നാം നന്ദി ഉള്ളവരായിരിക്കണം. രണ്ടാമത്, മറ്റുള്ളവരെ വിധിക്കുന്നതിന് പകരം അവരുടെ മാനസാന്തരത്തിനായിട്ട്, നവീകരണത്തിനായിട്ട് നാം പ്രാർത്ഥിക്കുക. മൂന്നാമത്, ദിവസേന ചെറു നന്മകളിലൂടെ ദൈവത്തിൻ്റെ വളർച്ചയിൽ
ദൈവരാജ്യത്തിൻ്റെ വളർച്ചയിൽ നമുക്കും പങ്കാളികളാകാം. ക്ഷമയോടെ ദൈവത്തെ വിശ്വസിച്ച് ദിവസവും നന്മയുടെ വിത്തുകൾ വിതയ്ക്കാം. വിളവെടുപ്പിൻ്റെ ദിവസം വരുമ്പോൾ കർത്താവിൻ്റെ കളപ്പുരയിൽ ശേഖരിക്കപ്പെടുന്ന നല്ല ഗോതമ്പാകുവാൻ നമുക്ക് ദൈവത്തോട് അതിനാവശ്യമായ കൃപ ചോദിക്കുകയും ചെയ്യാം. ദൈവം, സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.